ഈ പി എം ശ്രീ വിവാദം തീർന്നുപോയ അക്ഷരാർത്ഥത്തിൽ? കാരണം ഇന്നലെ രാജ്യസഭയിൽ ധർമ്മേന്ദ്ര പ്രധാൻ അതിൽ ബ്രിട്ടാസിനെ കൃത്യമായി പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. കാരണം പി എം ശ്രീയിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻസ് ചെയ്ത് പോയ ഒരാളാണ് താങ്കൾ. ആ സബ്ജക്റ്റിൽ എൽ ഡി എഫിന്റെ നിലപാട് തിരുത്തിക്കാൻ പോലും മുൻകൈയെടുത്ത ഒരാൾ. ബ്രിട്ടാസ് അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയതായി താങ്കൾ കരുതുന്നു? അത്തരം ഒരു അവകാശവാദവും സി പി ഐക്കില്ല. പി എം സിയിലെ തീരുമാനം എൽ ഡി എഫ് എടുത്ത അന്ന് ഉച്ചയ്ക്ക് പാർട്ടി ഓഫീസിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വരുമ്പോൾ ഇതിനേക്കാളും വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു, മാധ്യമ സുഹൃത്തുക്കൾ. അവരിതാ പറഞ്ഞത്, സി പി ഐയുടെ വിജയത്തിൻ്റെ മുഹൂർത്തത്തിൽ എന്താ പറയാനുള്ളതെന്ന്. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് സി പി ഐക്കാർക്ക് അങ്ങനെ പറയാൻ താല്പര്യമില്ല. വീണ്ടും ചോദ്യം വന്നു, ഇത് സി പി ഐയുടെ ഗംഭീര വിജയമാണ്, സി പി ഐ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു, ഒരുപാടൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും അളവുകോൽ വെച്ച് അളന്നാലേ തൃപ്തിയാകുമെങ്കിൽ ഞങ്ങൾ സി പി ഐക്കാർ പറയും ഈ വിജയം എൽ ഡി എഫിൻ്റെ വിജയമാണെന്ന്, ഈ വിജയം എൽ ഡി എഫ് രാഷ്ട്രീയത്തിൻ്റെ വിജയമാണെന്ന്, ഈ വിജയം എൽ ഡി എഫിൻ്റെ ആശയത്തിൻ്റെ ഐഡിയോളജിയുടെ എന്ന വാക്കാണ് ഞാൻ പറഞ്ഞത്. ഐഡിയോളജിയുടെ വിജയമാണെന്ന് ഞാൻ പറഞ്ഞു. അത് എപ്പോഴും പറയാനുള്ളത് എൽ ഡി എഫിൻ്റെ വിജയമാണത്. ഇടനിലക്കാരെന്ന വാക്കിനൊരു ചീത്ത അർത്ഥമുണ്ട്. പാലം എന്നതിനും വേറെ അർത്ഥമുണ്ട്. അതിനേക്കാളും ക്രൂരമായ വാക്ക് ദീപക് പറഞ്ഞ വാക്ക് അതിനെ ക്രൂരമാണ്. ഇടനിലക്കാരെന്ന വാക്ക് ദല്ലാൾ പണിയാണ്. അത് മന്ത്രി പറഞ്ഞല്ല. നല്ല അർത്ഥബന്ധമുണ്ട്. ബ്രിട്ടാസ് എന്നോട് ഇന്ന് രാവിലെ വിളിച്ചു, നിങ്ങൾ സുഹൃത്തുക്കളായത് വിളിക്കാറുണ്ട്. എന്നോട് ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞു, ഞാൻ കേന്ദ്രമന്ത്രിയെ കണ്ടത് ഇതിന് വേണ്ടതെന്നറിയാമോ? സമഗ്ര ശിക്ഷ കേരളത്തിന് കിട്ടേണ്ട പണം കിട്ടാൻ വേണ്ടിയാണ്. അല്ലാതെ ഞാൻ പി എം സിയുടെ കാര്യം പറയാൻ വേണ്ടിയല്ല പോയതെന്ന് എനിക്കുറപ്പാണ്. പി എം സി വിഷയത്തിൽ സി പി ഐക്കും സി പി എമ്മിനും ഒരു അഭിപ്രായമാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സി പി ഐയുടെ രേഖകൾ എത്രയോ ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. പക്ഷെ അത് മാത്രമല്ല, സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി പ്രമേയങ്ങൾ, സി പി എമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോ പ്രമേയങ്ങൾ, കെ എസ് ടി എയുടെ പ്രമേയങ്ങൾ, എസ് എഫ് ഐ പ്രമേയങ്ങൾ, ഒരുപാട് സി പി എം നേതാക്കളുടെ പ്രമേയങ്ങൾ, പ്രസ്താവനകളും, ഇതെല്ലാം സി പി ഐയുടെ ഇതേപോലെയുള്ള നിലവാരത്തിലെ ഘടകങ്ങളുടെ എല്ലാമുള്ള സ്റ്റേറ്റ്മെൻറ്റ്സുമായിട്ട് അത്ര അടുത്ത ബന്ധമുള്ളവരാണ്. ഒരേ കാഴ്ചപ്പാടാണ്. അങ്ങനെ ഒരേ വിഷയത്തിൽ താല്പര്യം എന്തായിരിക്കെ എനിക്കുറപ്പാണ് സി പി എമ്മിൻ്റെ ഔദ്യോഗികമായ നിലപാടിനെ മറന്നുകൊണ്ട് സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റിയിൽ ക്ഷണിക്കപ്പെടുന്ന അംഗമായ സഖാവ് ബ്രിട്ടാസ് ബി ജെ പി മന്ത്രിയുമായി പാലമാകാനോ, പിന്നെ ആ വാക്കെന്താ പറഞ്ഞത്, ഇടനിലക്കാരനായ പോകില്ല എന്നൊരു ഉറപ്പാണ്. അങ്ങനെ പോകില്ല, പാലമാകാനും പോകില്ല, ഇടനിലക്കാരനായും പോകില്ല. പക്ഷെ ഇത് ബ്രിട്ടാസ് പോകണമല്ലോ. പി എം സി വേറെ, എസ് എസ് കെ വേറെ. പി എം സി എന്ന് പറയുന്നത് എന്താ? അത് ഇതാണ്, എൻ ഇ പി ആണ്. ഷോ കേസ് ചെയ്യേണ്ടത് എൻ ഇ പി ആണ്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. അത് വിദ്യാഭ്യാസ രംഗത്തെ അജണ്ടയാണ് ആർ എസ് എസിൻ്റെ. അതാണ് ആത്മാവ്. അത് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയാണത്രേ പി എം സി. ആ പി എം സിയിൽ പങ്കാളിയാകാൻ സി പി ഐക്കോ സി പി എമ്മിനും ആകില്ല. അതാണ് എൽ ഡി എഫ് പറഞ്ഞത്. അതാണ് എൽ ഡി എഫ് നയം. അങ്ങനെ ഇരിക്കെ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, അങ്ങനെ ഇരിക്കെ സി പി ഐ എമ്മിൻ്റെ പ്രമുഖനായ നേതാവായ സഖാവ് ജോൺ ബ്രിട്ടാസ് ഒരിക്കലും പി എം സിക്ക് വേണ്ടിയുള്ള പാലമാകാനോ തൂത് പറയാനോ ഇടനിലക്കാരനാകാനോ പോകില്ല എന്നൊരു ഉറപ്പാണ്.
മാത്രമല്ല ഈ ധർമ്മേന്ദ്ര പ്രധാൻ ഇത് രാജ്യസഭയിൽ പറയുമ്പോൾ അതിലൊരു രാഷ്ട്രീയം ഉണ്ടാവില്ല. കാരണം ഈ ഇലക്ഷൻ സമയത്ത് കേരളത്തിൽ അത് നന്നായി സെല് ചെയ്യപ്പെടുന്ന ഒരു കണ്ടന്റാണ്. അത് BJP രാഷ്ട്രീയമാണ്. കോൺഗ്രസിന് വേണ്ടിയും BJPക്ക് വേണ്ടിയും രാഷ്ട്രീയം പറയുന്ന എനിക്കും പരിചയമുള്ള മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാൻ കറകളഞ്ഞ RSS നേതാവാണ് അദ്ദേഹം. ഒരു മറയും കൂടാതെ അദ്ദേഹം RSS രാഷ്ട്രീയം പറയുന്ന ആളാണ്. ആ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞ കാര്യത്തേക്കാൾ എനിക്ക് വിശ്വാസം ബ്രിട്ടാസിനെയാണ്. എനിക്ക് വിശ്വാസം. അതുകൊണ്ട് സമഗ്ര ശിക്ഷ കേരളയ്ക്ക് വേണ്ടിയുള്ള ഫണ്ട്, അവകാശപ്പെട്ട പങ്ക്, അത് ചോദിക്കാൻ വേണ്ടി കേന്ദ്രമന്ത്രിയെ കാണാൻ ബ്രിട്ടാസ് മാത്രമല്ല ഓരോ MP-ക്കും പോകാം കേരളത്തിൽ നിന്ന്. പക്ഷെ PMCക്ക് വേണ്ടിയുള്ള ഒരു ദലാൽ പണിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മധ്യവർത്തിയാകാൻ വേണ്ടിയോ ബ്രിഡ്ജാകാൻ വേണ്ടിയോ എല്ലാം ബ്രിട്ടാസിനെ പോലെ നേതാവ് സഖാവ് പോകുമെന്ന് RSS ആ മന്ത്രി പറഞ്ഞ വാക്കിനെ വിശ്വാസമല്ല എനിക്ക് വിശ്വാസം ബ്രിട്ടാസിനെയാണ്.